ഇന്ന് നമുക്ക് കുരുമുളകിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളുമൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതേക്കുറിച്ച് ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാധിക NS ആണ്. ഡോക്ടർ രാധികയോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്. ഡോക്ടർ രാധിക, പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. മാഡം, കുരുമുളകിനെ കുറിച്ച് സംസാരിച്ചാൽ നിരവധി രോഗങ്ങൾ കാണുമല്ലോ. ഇപ്പോൾ പ്രധാനമായ രോഗങ്ങൾ ഏതൊക്കെയാണ്? കുരുമുളകിൽ സാധാരണ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ദ്രുതവാട്ടം, നിദാനവാട്ടം അല്ലെങ്കിൽ സാവധാനവാട്ടം, സ്ലോ വിൽറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഇലകളിലും കായ്കളിലും വരാവുന്ന പൊള്ളുരോഗം, ഇതാണ് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് വൈറസ് രോഗമായ മഞ്ഞളിപ്പും കണ്ടുവരാറുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും ഭയങ്കരമായ രോഗങ്ങളാണ് ദ്രുതവാട്ടവും സാവധാനവാട്ടവും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ഒരു വാട്ടരോഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സാധാരണ രീതിയിൽ രണ്ടും കുമിൾ രോഗങ്ങളാണ്. മണ്ണിൽ കൂടി തന്നെയാണ് ഈ കുമിൾ വേരുഭാഗത്തിൽ പടർന്നു പിടിക്കുന്നതും. അതുപോലെ തന്നെ ചുവട് ഭാഗത്തിനെ ആക്രമിക്കുകയാണെങ്കിൽ ചെടി അല്ലെങ്കിൽ വള്ളി പൊടുന്നനെ വാടിപ്പോവുകയും ചെയ്യുന്നു. ഇത് കൂടാതെ ഈ കുമിളിന്റെ തന്തുക്കൾ വായു അല്ലെങ്കിൽ പ്രധാനമായിട്ടും വെള്ളം, കാരണം മഴക്കാലത്താണ് ഈ ദ്രുതവാട്ടം കൂടുതലായി കണ്ടുവരുന്നത്. മഴത്തുള്ളികളിൽ ഇതിന്റെ തന്തുക്കൾ ഇലകളിലേക്ക് പതിക്കുകയും ഇലകളിൽ പുള്ളിക്കുത്ത് എന്ന് വെച്ചാൽ വലിയ വട്ടത്തിലുള്ള കറുത്ത നനുത്ത പാടുകൾ ഉണ്ടാകുകയും ഇലകൾ പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇതിനോടൊപ്പം തന്നെ ഇലകളിൽ ഉണ്ടാകുന്ന ഈ പുള്ളികൾ ഇത് ക്രമേണ കായ്കളിലേക്ക് വ്യാപിക്കുകയും അതിനോടൊപ്പം തന്നെ ഇവയും കൊഴിഞ്ഞു പോകാനായിട്ട് കാരണമാകുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ സംഭവിക്കാം. ചുവട് ഭാഗത്താണെന്നുണ്ടെങ്കിൽ പൊടുന്നനെ നശിക്കാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വേര് അല്ലാതെ ചെറിയ വേരുകളെ ആക്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വള്ളി അവശേഷിക്കും, ഇടയ്ക്കിടയ്ക്ക് വാട്ടം കാണിക്കുകയും ചെയ്യാം. പ്രധാന വേരുകൾ അതുപോലെ തന്നെ കാണ്ഡഭാഗമാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കോളർ പോർഷൻ അല്ലെ ഫുട്ട് പോർഷൻ എന്ന് പറയുന്ന ആ ഭാഗങ്ങളാണെങ്കിൽ പെട്ടെന്ന് തന്നെ വള്ളി വാടി ഇല പൊഴിഞ്ഞ് നശിച്ചു പോകാനായിട്ട് കാരണമാണ്. അതാണ് നമ്മൾ ഈ ദ്രുതവാട്ടം എന്ന് പെട്ടെന്ന് നശിച്ചു പോകുന്നു എന്നുള്ള രീതിക്ക് പറയുന്നത്. ഇപ്പം മേഡം സൂചിപ്പിച്ചത് മഴക്കാലത്താണ് അധികം കണ്ടുവരുന്നത്. ഇപ്പോൾ മഴക്കാലം വരാൻ പോകുവാണ്. അപ്പം കർഷകർ ഇപ്പം എന്തെങ്കിലും ഒരു പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും സാധാരണ രീതിയിലുള്ള കുരുമുളക് കർഷകർക്കെല്ലാം തന്നെ, പ്രത്യേകിച്ചും നമ്മുടെ ഇടുക്കി, വയനാട് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നവർക്കെല്ലാം അറിയുന്ന ഒരു രോഗമാണ്. അവർക്കായിട്ട് തന്നെ ഒരു ചിട്ടവട്ടം ഉണ്ട്. അപ്പോൾ സാധാരണ ലൈമിങ് എന്ന് വെച്ചാൽ കുമ്മായം ചേർക്കുന്ന പ്രധാന ഒരു പരിപാടിയാണ്. അതിനോടൊപ്പം തന്നെ വള്ളിത്തലകൾ, കൊടിത്തലകൾ ചുവടുഭാഗത്തേക്ക് ഫെബ്രുവരി, മാർച്ച് സമയങ്ങളിൽ നമ്മൾ ഇത് കളക്ട് ചെയ്യാറുണ്ട് പ്രജനനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവ നിലത്തേക്ക് വീഴുന്നത് ഈ രോഗം പെട്ടെന്ന് തന്നെ വള്ളിയിലേക്ക് കയറാനുള്ളൊരു സാധ്യത കൂടുന്നതുകൊണ്ട് ഇവയെല്ലാം കെട്ടിവെക്കാം. അല്ലെങ്കിൽ നമ്മുടെ പ്രജനനത്തിന് വേണ്ടിയിട്ട് നമുക്കത് മുറിച്ചു മാറ്റി ആ മുറിച്ചു മാറ്റുന്ന ഭാഗങ്ങൾ ബോഡോ മിശ്രിതം പുരട്ടി അത് സംരക്ഷിക്കുകയും ചെയ്യാം. അതിനോടൊപ്പം തന്നെ സാധാരണ കുരുമുളക് വള്ളി ചുവടുകൾ എന്ന് വെച്ചാൽ നിലത്തിലുള്ള ഭാഗങ്ങൾ നമ്മൾ കിളയ്ക്കാറില്ല. കഴിവതും അത് നമ്മുടെ വേരുഭാഗങ്ങളെ മുറിവൊന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊന്നും തന്നെ നമ്മൾ കിളയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ആവരണ വിളകൾ നമുക്കവിടെ ചെയ്യാവുന്നതാണ്. പിന്നെ കാലാകാലങ്ങളായി ചെയ്യുന്നവരൊക്കെ സംയോജിതമായിട്ട് ട്രൈക്കോഡെർമ പോലെയുള്ള കുമിളുകൾ, വേപ്പും പിണ്ണാക്ക്, അതുപോലെ ചാണകപ്പൊടി മിശ്രിതത്തിൽ കലർത്തി അത് ഏകദേശം ഒരു മഴ വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കാറുണ്ട്. അതൊരു നല്ലൊരു പ്രിക്കോഷണറി ആയിട്ട്, പക്ഷെ കാലകാലങ്ങളായി ചെയ്യണം. ഏതെങ്കിലും ഒരു വർഷം ചെയ്ത് പിന്നീട് ചെയ്യാതിരിക്കുന്നതിലും കാലങ്ങളായി ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു വളരെയധികം സംരക്ഷണം നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ പുതുതായിട്ട് നടുന്നവർക്കും AMF, നമ്മുടെ മൈക്കോറൈസ ചേർത്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അതെ, പുഷ്ടിപ്പെടുത്തുന്നത് മാത്രമല്ല ഒരു സംരക്ഷണവും നൽകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് മൈക്രോറൈസ നൽകുന്നതും വളരെ നല്ല കാര്യമാണ്. സ്യൂഡോമോണാസ് ഉപയോഗിക്കുന്നവരുണ്ട്. നമുക്ക് ടാൽക്ക് ലഭ്യമാകുന്ന സ്യൂഡോമോണാസ് ചുവട്ടിൽ 20 ഗ്രാം 1 ലിറ്റർ
കുരുമുളകൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പ്രായത്തിനനുസരിച്ചാണ് അതിന് നമ്മൾ ഇത് ഉപയോഗിക്കാനായിട്ട് പറയുന്നത്. എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അളവ് 5 ലിറ്റർ ആകാം, 10 ലിറ്റർ ആകാം, 15 ലിറ്റർ ആകാം നമ്മുടെ ഒരു ചുവടിന്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ചുവട്ടിൽ ഒഴിക്കുകയോ, അതുപോലെ തന്നെ നമുക്ക് തളിരിലകളെയാണ് നമുക്ക് സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തളിച്ചു കൊടുക്കുകയോ ചെയ്യാം. ഇതേ അളവിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള അളവിൽ. അത് തളിരിലകൾ വരുന്ന സമയത്ത് ചെയ്യുകയാണെങ്കിൽ അവയെ സംരക്ഷിക്കുന്ന ഒരു രീതിക്കും നമുക്കത് അനുവർത്തിക്കാവുന്നതാണ്. ഈ ഒരു രോഗം നമുക്ക് ഫീൽഡിൽ മാത്രമല്ല, ഒരുപാടധികം കർഷകർ നഴ്സറി തയ്യാറാക്കുന്നവരുണ്ട്. നഴ്സറിയിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാലങ്ങളിലും അവിടെ നനവ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ ഈ ഒരു രോഗത്തിനെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. നഴ്സറിയിൽ പ്രത്യേകിച്ചും നമ്മൾ ഈ ഇല പൊഴിയുന്നത്, ഇലയിൽ കറുത്ത പുള്ളി വന്ന് പൊഴിഞ്ഞു പോവുക എന്നുള്ളതാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അത് ഈ തിങ്ങി നിൽക്കുമ്പോൾ ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാതെ പോവുകയും ഇല പൊഴിഞ്ഞ് അത് തണ്ടിലേക്ക് വ്യാപിച്ച് നമ്മൾ നട്ടിരിക്കുന്ന ആ കമ്പ് ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അതിനും നമ്മൾ പ്രതിവിധിയായി സ്യൂഡോമോണാസ് അതുപോലെ ഉപയോഗിക്കുന്ന നമ്മുടെ പോട്ടിംഗ് മിശ്രിതത്തിൽ ട്രൈക്കോഡെർമ ചേർക്കുക, അല്ലെങ്കിൽ വേരുകുമിൾ മൈക്കോറൈസ ചേർക്കുക. ഈ രീതിയിൽ നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം, നഴ്സറികളിൽ അമിതമായ വെള്ളം ഉപയോഗിക്കുന്നത് അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം ആർദ്രത എത്രത്തോളം കൂടുന്നു അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കുമിളിന്റെ നിയന്ത്രണത്തിനായിട്ട്. അതേപോലെ രോഗം കാണുമ്പോൾ തന്നെയും രോഗം വന്ന ചെടികൾ മാറ്റി വെക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഇത് തന്നെയാണ് തോട്ടത്തിലും. ഈ ഉണങ്ങിപ്പോകുന്ന വള്ളികൾ അവിടെ തന്നെ നിൽക്കാനായിട്ട് അനുവദിക്കരുത്. ബുദ്ധിമുട്ട് തന്നെയാണ് ആർക്കായാലും അതെടുത്ത് മാറ്റുക. പക്ഷെ കഴിയുന്നിടത്തോളം അതെടുത്ത് മാറ്റി ആ കുഴിയിലേക്ക് കുമ്മായം വിതറാനായിട്ടും ശ്രദ്ധിക്കുക. കുമിൾ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കാണും, ആ കുമിൾ പിന്നെയും വർദ്ധിക്കും. അതെ, വർദ്ധിക്കും. കാരണം മണ്ണിൽ കൂടിയും അതുപോലെ തന്നെ നല്ല പോലെ ചാലുകൾ കീറി നിലത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു കുമിള് മണ്ണിൽ നിന്നാണ് ഇത് വരുന്നത്. അതിൻ്റെ ഒരു ഡോർമെന്റ് സ്റ്റേജ് എപ്പോഴും മണ്ണിൽ കാണാനുള്ള സാധ്യതയുണ്ട്. അതെ അതെ, ഡോർമൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ തന്തുക്കൾ എപ്പോഴും മണ്ണിൽ കാണാനുള്ള സാധ്യതയുണ്ട്. മണ്ണിൽ ഈർപ്പം എപ്പോഴും നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കുമിളിൻ്റെ തന്തുക്കൾ എപ്പോഴും മണ്ണിലുണ്ടാകാൻ. അപ്പം കൂടുതലായിട്ട് ആർദ്രത വർദ്ധിക്കുമ്പോൾ ഇവ മുറിവിൽ കൂടിയൊക്കെ ഈ വേരുകളെ ആക്രമിക്കാനും പെട്ടെന്ന് തന്നെ ചെടികൾ ഉണങ്ങാനും അല്ലെങ്കിൽ ഇല പൊഴിയാനും മണികൾ പൊഴിഞ്ഞു വീഴാനും ഒക്കെ കാരണമാകുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രഭാവം നമ്മുടെ സംസ്ഥാനത്തിൽ അധികം കണ്ടുവരുന്നുണ്ടോ? തീർച്ചയായിട്ടും കണ്ടുവരും. കർഷകർക്ക് എല്ലായിടങ്ങളിലും. അതെ, പ്രത്യേകിച്ച് പ്രതിരോധ ഇനങ്ങൾ വല്ലതും ഉണ്ടോ ഇതിന്റെ? തീർച്ചയായിട്ടും കാർഷിക സർവകലാശാല, IASR ഈ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം തന്നെ പ്രതിരോധ ഇനങ്ങൾ വന്നിട്ടുണ്ട്. IASR ശക്തി ഒരു പ്രതിരോധ ഇനമാണ്. അതിനോടൊപ്പം തന്നെ ഒരുപാട് കർഷകർ ഈ ഒരു ജാതിയിൽപ്പെട്ട പൈപ്പർ കുടുംബത്തിൽപ്പെട്ട കോളുബ്രിനം കൂടുതലായിട്ടും റൂട്ട് സ്റ്റോക്ക് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഒരു റെസിസ്റ്റൻസ് ടു ഈ ഒരു കുമിൾ കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കർഷകർ സാധാരണ രീതിയിൽ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഈ കോളുബ്രിനത്തിൻ്റെ ചുവടുഭാഗം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇനത്തിനെ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് ഇത് വളരെ നല്ല രീതിയിൽ തന്നെ ഫീൽഡിൽ ചെയ്യുന്നവരുണ്ട്. ഈ മണ്ണിൽ നിന്ന് വരുന്ന ഇങ്ങനത്തെ കുമിൾ രോഗത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഗ്രാഫ്റ്റഡ് തൈകൾ എന്തായാലും നല്ലൊരു സപ്പോർട്ട് തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും മറ്റ് കുമിൾനാശിനികളൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് ഒരു പ്രതിരോധ രീതിയിലേക്ക് നമുക്കത് കൊണ്ടുപോകാമല്ലോ. പ്രകൃതിക്കായാലും അതിനോടൊപ്പം തന്നെ കർഷകനായാലും ചെലവ് കുറഞ്ഞൊരു രീതി എന്നുള്ളത്. അതെ, ഓരോ കർഷകനും സ്വന്തമായിട്ട് തന്നെ ഗ്രാഫ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് കർഷകരുണ്ട്. നഴ്സറികളിൽ നിന്നും അവർക്ക് വാങ്ങിക്കാം. തീർച്ചയായിട്ടും. ഇത് നമ്മളിപ്പം ദ്രുതവാട്ടത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. മറ്റൊരു വാട്ടം സാവധാന വാട്ടമാണ്, സ്ലോ വിൽറ്റ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം. സാധാരണ ഈ ദ്രുതവാട്ടം മഴക്കാലത്ത് ആണ് കാണപ്പെടുന്നെങ്കിൽ ഈ സാവധാന വാട്ടം എന്നുള്ളത് മഴ കഴിഞ്ഞ ശേഷം അത്യാവശ്യം വെയിലൊക്കെ വരുന്ന സമയങ്ങളിൽ ചെടിയുടെ ഇല മഞ്ഞളിക്കുന്നു. അപ്പോൾ മണ്ണിൽ നനവുള്ള സമയത്ത് പച്ചപ്പ് തുടരുന്നു. പക്ഷേ വെള്ളം കുറയുന്ന സമയത്ത് എന്ന് വെച്ചാൽ കുറച്ച് നല്ല വേനൽ വെള്ളത്തിന്റെ ഇത് കുറയുകയാണെങ്കിൽ ഇല മൊത്തത്തിൽ മഞ്ഞളിക്കുന്നു. ഒരു വാടി നിൽക്കുന്ന മഞ്ഞളിക്കുകയും വാടി നിൽക്കുന്ന ഒരു ലക്ഷണം കാണുകയും ചെയ്യുന്നു. ഇതാണൊരു പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ഇതിൻ്റെ ഒരു രോഗം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് കുമിള്, അതിനോടൊപ്പം നിമവിര, ഇത് രണ്ടും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ് അവിടെ കണ്ടുവന്നിട്ടുള്ളത്. പലതരത്തിലും മണ്ണിൽ കാണപ്പെടുന്ന ഫ്യൂസേറിയം, അതിനോടൊപ്പം ചിലപ്പം ചില സന്ദർഭങ്ങളിൽ ഫൈറ്റോഫ്തോറ, അതിനോടൊപ്പം ഈ നിമവീരകളായിട്ടുള്ള
മെലോഡോഗൈൻ, ഈ വേരിൽ മുഴകൾ ഉണ്ടാക്കുന്നത്, അതല്ലെങ്കിൽ വേരിൽ ചില മുറിവുകൾ ഉണ്ടാക്കുന്ന ലീഷൻ നെമാറ്റോഡ്, റാഡോഫോളസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവരുടെ ഒരു കോമ്പിനേഷനാണ് സാധാരണ രീതിയിൽ നിമ്മവീരകളാണ് മുറിവുണ്ടാക്കുന്നത്. അപ്പം നിമ്മവീര പോപ്പുലേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിക്കും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ മേഡം പറഞ്ഞ മാതിരി ലക്ഷണങ്ങൾ മഞ്ഞളിപ്പ് തുടങ്ങും, വാടും. പിന്നെയും നമ്മൾ കുറച്ച് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിവിധി ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നെയും അത് നന്നായി വരും. കാരണം ഈ വേരുകൾ ക്ഷതമേൽക്കുന്നത് കൊണ്ട് എല്ലാ ഇലകളെയും, അല്ലെങ്കിൽ മുകളിലത്തെ എല്ലാ ഇലകൾക്കും ആ ഒരു വെള്ളമാണല്ലോ ഏറ്റവും പ്രധാനം. വാട്ടം എന്നുള്ള രീതിക്കാണത് കണ്ടുവരുന്നത്. മഞ്ഞളിപ്പും വാട്ടവുമാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം. ഇതിന്റെ കൺട്രോൾ മെഷേഴ്സ് എങ്ങനെയായിരിക്കും? നേരത്തെ നമ്മൾ ദ്രുതവാട്ടത്തിന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക്, കാരണം നിമവിരിക്കും വേപ്പിൻ പിണ്ണാക്ക് ഒരു നിയന്ത്രണ മാർഗമായിട്ട് ശുപാർശ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് പ്ലസ് ചാണകപ്പൊടി മിശ്രിതം ട്രൈക്കോഡെർമ ചേർത്തിട്ട് അത് വളരെ നല്ലതായിട്ട് തന്നെ കാണപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ നിമവിരിക്ക് എതിരെയായിട്ടുള്ള ജൈവ രീതിയിൽ പോച്ചോണിയ എന്ന് പറഞ്ഞ ഒരു കുമിളുണ്ട്. അപ്പൊ അതും ഉപയോഗിക്കാവുന്നതാണ്. അല്ലാതെ തന്നെ നമുക്ക് മാസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നുണ്ട്, നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ നേരത്തെ ദ്രുതവാട്ടത്തിനും ഞാൻ കുമിൾനാശിനി ഒന്നും പറഞ്ഞില്ല. കോപ്പർ അധിഷ്ഠിതമായിട്ടുള്ള കുമിൾനാശിനികൾ സാധാരണ ബോഡോ മിശ്രിതം തളിക്കാനും, അതിനോടൊപ്പം തന്നെ കോപ്പർ ഓക്സിക്ലോറൈഡ് കുമിൾനാശിനിയും സാധാരണ രീതിയിൽ നമുക്ക് ശുപാർശ ചെയ്യാവുന്നതാണ്. ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ സാധാരണ എല്ലാ കർഷകരും തന്നെ തളിര് വരുന്ന സമയത്ത് 1% വീര്യമുള്ള ബോഡോ മിശ്രിതം സാധാരണ തളിക്കാറുണ്ട്. അത് കുറച്ച് സേഫ് ആണ്. അതെ, ഒരു പ്രൊട്ടക്ഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പരിരക്ഷ തന്നെയാണ്. ദ്രുതവാട്ടത്തിന് മാത്രമല്ല, ഞാൻ വേറൊരു രോഗവും കൂടി പറഞ്ഞായിരുന്നു, പൊള്ളു എന്ന് പറഞ്ഞ ഇലകരിച്ചലും കൂടി വരാറുണ്ട്. അപ്പോൾ ഇതിനും പ്രത്യേകിച്ചും ഇടുക്കി, വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ചെറുചാറ്റൽ മഴ കൂടുതലായി കണ്ടുവരാറുണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം തന്നെ പൊള്ളു രോഗം, ഇലകളിൽ ഉണ്ടാകുന്ന തളിരിലയിൽ ചെറിയ ബ്രൗൺ നിറത്തിലുള്ള പുള്ളിക്കുത്തുകൾ ഉണ്ടാകുകയും ഇതുമൂലം ആ തളിരില അതിനോടൊപ്പം ഉണ്ടാകുന്ന തിരി രണ്ടും നശിച്ചു പോവുകയും ചെയ്യുന്നു. തിരിയാണ് ശരിക്കും പറഞ്ഞാൽ കർഷകന്റെ വിള എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരുപാടധികം പ്രശ്നം വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ തളിര് വരുന്ന സമയത്തെ ബോഡോ മിശ്രിതം കൊടുക്കുന്നത് വളരെ നല്ല രീതിയിലൊരു പരിരക്ഷയാണ് നൽകുന്നത്. ഇതും കുമിളാണല്ലേ? അതെ, ഇതും കുമിളാണ്. ഈ പറഞ്ഞ മൂന്നും കുമിൾ രോഗം തന്നെയാണ്. ഇതൊഴിച്ച് ഇപ്പം വൈറൽ ഡിസീസ് അല്ലെങ്കിൽ വൈറസ് കൊണ്ടുണ്ടാവുന്ന രോഗങ്ങളും കണ്ടുവരുന്നെന്ന് മേഡം സൂചിപ്പിച്ചായിരുന്നു. അതെന്തുവാണത്? സാധാരണ കണ്ടുവരുന്നത് ഈ മഞ്ഞളിപ്പ് രോഗമാണ്. 2 വൈറസുകൾ ചേർന്നിട്ടാണ് സാധാരണയായി ഇത് കണ്ടുവരുന്നത്. ഒരു യെല്ലോ മോട്ടിൽ വൈറസും ഒരു കുക്കുംബർ മൊസൈക്ക് വൈറസും. ഇലകളിൽ മഞ്ഞ പുള്ളികളായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. ഇലകൾ ചെറുതാകുകയും ഒരു അരിവാള് പോലെയൊക്കെ മാറുകയും അത് കാലക്രമേണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇല എന്ന് പറയുമ്പോൾ ഏറ്റവും ഇലയിലയിലാണ് ഇത് കണ്ടുവരുന്നത്. പുതുതായിട്ട് വിടർന്നു വരുന്ന ഇലകൾക്ക് രൂപമാറ്റം ഉണ്ടാകുന്നു, അതിൽ മഞ്ഞ പൊട്ടുകൾ കാണപ്പെടുന്നു. ഒരു 5 വർഷങ്ങളോളം ഒക്കെ എടുക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അത് വിളവിനെ ബാധിക്കുന്നതായിട്ട് കണ്ടുവരുന്നത്. ഇപ്പം നമുക്ക് ഈ പുള്ളിക്കുത്തുകൾ ഉണ്ടെങ്കിലും നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, നമുക്ക് വിളവ് തരുന്നുണ്ടല്ലോ. പക്ഷേ കാലങ്ങൾ പോകുന്തോറും നമ്മൾ നിയന്ത്രിക്കാതെ ആ വള്ളി അതുപോലെ തന്നെ നമ്മുടെ തോട്ടത്തിൽ വെച്ച് പോകുമ്പോഴാണ് കാലക്രമേണ അതിൽ നിന്നുള്ള വിളവ് കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ വൈറസ് പടർത്തുന്ന പ്രാണി ഏതാണ്? മീലിമുട്ടകളാണ് വൈറസ് പടർത്തുന്നത്. പക്ഷെ അവ വളരെ പതുക്കെയാണ് മറ്റ് ചെടികളിലേക്ക് വ്യാപിക്കുന്നത്. പക്ഷെ ഏറ്റവും കൂടുതലായിട്ടും നമ്മൾ പ്രജനനത്തിനെടുക്കുന്ന മാതൃവള്ളികൾ അവ വഴിയാണ് ഏറ്റവും കൂടുതലായിട്ടും മറ്റ് തോട്ടങ്ങളിലേക്ക് ഇത് വ്യാപിക്കുന്നത്. അതെ, അത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. രോഗമില്ലാത്ത, പ്രത്യേകിച്ചും വൈറസ് രോഗമില്ലാത്ത മാതൃവള്ളികൾ തിരഞ്ഞെടുക്കണം. അപ്പം ഇതൊക്കെയാണ് പ്രധാന രോഗങ്ങൾ. പിന്നെ മേഡം സൂചിപ്പിച്ച മാതിരി തന്നെ ദ്രുതവാട്ടവും സാവധാനവാട്ടവും രണ്ടും മണ്ണിൽ നിന്ന് വരുന്നതാണ്. അപ്പം കുമ്മായം പ്രയോഗവും ട്രൈക്കോഡെർമ, വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് മണ്ണിനെ പരിപാലിച്ച് ഇതിനെ കുറച്ച് ഒന്ന് അകത്തി നിർത്താൻ സാധിക്കും. അപ്പം കർഷകരൊക്കെ അങ്ങനെ ചെയ്യുന്നുമുണ്ട്. അതെ, ചെയ്യുന്നുമുണ്ട്. അപ്പം ഡോക്ടർ രാധിക, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വളരെ നന്ദി. നന്ദി.